ദക്ഷിണ മേഖലാ കൗൺസിലിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ നിലപാട് ആവർത്തിച്ച് കേരളം. പുതിയ അണക്കെട്ട് വേണമെന്ന് മുഖ്യമന്ത്രി വി.ടി. സതീശൻ വ്യക്തമാക്കി. പുതിയ അണക്കെട്ടിന് മുഴുവൻ ചെലവും കേരളം വഹിക്കുമെന്നും സ്ഥലം തമിഴ്നാടിന് തീരുമാനിക്കാമെന്നുമാണ് സതീശൻ അറിയിച്ചത്. അതേസമയം മുല്ലപ്പെരിയാറിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് തമിഴ്നാട്. അണക്കെട്ടിൽ ജലനിരപ്പ് 152 അടിയാക്കി ഉയർത്തണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ആവശ്യപ്പെട്ടു. ലോക്സഭാ സീറ്റുകൾ 543 നിലനിർത്തണമെന്നും നിലവിലെ സീറ്റെണ്ണത്തിൽ വനിതാ സംവരണം നടപ്പാക്കണമെന്നും വി.ടി. സതീശൻ ആവശ്യപ്പെട്ടു. കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാകണം നടപടികളെന്നും കാവേരിയിൽ സുപ്രീം കോടതി വിധിയും ട്രൈബ്യൂണൽ തീരുമാനവും നടപ്പാക്കണമെന്നും വിജയ് കൂട്ടിച്ചേർത്തു. അതേസമയം മണ്ഡല പുനർനിർണയത്തിൽ നിലപാട് മയപ്പെടുത്തിയ തമിഴ്നാട് നിയമസഭ പാസാക്കിയ പ്രമേയത്തിലെ നിലപാട് ദക്ഷിണ മേഖലാ കൗൺസിലിൽ ആവർത്തിച്ചില്ല. സംസ്ഥാനങ്ങളുടെ ആനുപാതിക പ്രാതിനിധ്യം കുറയരുതെന്ന് സി ജോസഫ് വിജയ് ആവശ്യപ്പെട്ടു. എന്നാൽ സീറ്റെണ്ണം മരവിപ്പിച്ച് നിർത്തണം എന്ന ആവശ്യം വിജയ് ഉന്നയിച്ചില്ല. നീറ്റ് പരീക്ഷ ഒഴിവാക്കണമെന്നും തമിഴ്നാട് ആവശ്യപ്പെട്ടു. എന്നാൽ മണ്ഡല പുനർനിർണയത്തിൽ 543 ലോക്സഭാ സീറ്റായി നിലനിർത്തണമെന്നാണ് വി.ടി. സതീശൻ ആവശ്യം ഉന്നയിച്ചത്. നിലവിലെ സീറ്റെണ്ണത്തിൽ വനിതാ സംവരണം നടപ്പാക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അന്തർ സംസ്ഥാന സർവീസുകൾ നടത്തുന്ന KSRTC ബസ്സുകളുടെ ടോൾ ഒഴിവാക്കണമെന്നും കേരളം ആവശ്യം ഉന്നയിച്ചു. ബന്ദിപ്പൂർ രാത്രി യാത്രാ നിരോധനത്തിൽ പുനഃപരിശോധന വേണമെന്നും നിലവിലെ നിരോധനത്തിന് ശാസ്ത്രീയ പിൻബലമില്ലെന്നും ശാസ്ത്രീയ പരിശോധനകൾ നടത്തി പുനഃക്രമീകരണം നടത്തണമെന്നും കേരളം ആവശ്യപ്പെട്ടു. അതോടൊപ്പം ധാതുഖനന ഭേദഗതി നിയമത്തിൽ ആശങ്ക അറിയിച്ച് മുഖ്യമന്ത്രി വി.ടി. സതീശൻ. ഖനനഭൂമി സംബന്ധിച്ച ഭേദഗതിയിലെ നിർദ്ദേശം സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളെ കവർന്നെടുക്കുന്നതാണ്. തീരത്തെ ധാതുഖനനത്തിന്റെ പരിസ്ഥിതി പ്രത്യാഘാതം പരിഗണിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കൂടാതെ സ്ത്രീകൾക്ക് 1/3 സംവരണം നൽകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പാർലമെന്റ് സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാതെ തന്നെ സ്ത്രീകൾക്ക് 1/3 സംവരണം നൽകണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ചെന്നൈയിലെ മഹാബലിപുരത്ത് നടക്കുന്ന സതേൺ കൗൺസിൽ യോഗത്തിലാണ് മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. മിഷൻ സമുദ്രയുടെ ഭാഗമായി കേരളത്തിൽ പോർട്ട് സിറ്റികൾ വികസിപ്പിക്കുന്നതിൽ തമിഴ്നാടിന്റെ സഹകരണവും മുഖ്യമന്ത്രി തേടി. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിളിച്ചു ചേർത്ത യോഗത്തിൽ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരുമാണ് പങ്കെടുക്കുന്നത്. കേരളത്തിൽ നിന്നും വ്യവസായ IT വകുപ്പ് മന്ത്രി P.K. കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുക്കുന്നുണ്ട്.